നമസ്കാരം, ഞാൻ സുനിൽ സുന്ദർ. എൻ്റെ ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പറയുന്നത് ഭാഗ്യത്തെക്കുറിച്ചാണ്. ഭാഗ്യം തേടിപ്പോകുന്ന ഒരുപാട് പേരുണ്ട്. ഭാഗ്യം തേടിപ്പോകുന്നവർ, ഭാഗ്യത്തെ നമ്മൾ തേടിപ്പോകേണ്ട, ഭാഗ്യം നമ്മളെയാണ് തേടി വരുന്നത്. അതിനെക്കുറിച്ച് വിശദമായി പറയാം. ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടുന്ന കാര്യങ്ങളാണ്. അതിനേക്കാൾ ഉപരി ഭാഗ്യം നമ്മൾ തേടിപ്പോണ്ട, നമ്മളെ തേടി വരും. പക്ഷേ നമ്മുടെ ഭാഗ്യം തേടി വരുന്നത് എപ്പോഴാണ്? പൂർണ്ണമായും നമുക്ക് ഭാഗ്യം കിട്ടുമ്പോഴാണോ? അനുഭവങ്ങൾ കൊണ്ട് അല്ല. നമുക്ക് നമ്മളിലേക്ക് ദൈവം തരുന്ന ഒരു പരീക്ഷണമാണ് നമുക്ക് തരുന്ന ഭാഗ്യം. വളരെ ശ്രദ്ധയോടുകൂടി സമയമെടുത്ത് നിങ്ങൾ കേൾക്കേണ്ടുന്ന ഒരു വിഷയം തന്നെയാണ്. ഇത് ഒരുപാട് പേര് ചോദിച്ചതിൻ്റെ മറുപടി കൂടിയാണ്. അതായത് ഭാഗ്യം കിട്ടിയിട്ടും, വളരെ വലിയ ഭാഗ്യങ്ങൾ കിട്ടിയിട്ടും നന്നാവാൻ സാധിച്ചിട്ടില്ല പലർക്കും. എന്തുകൊണ്ടാണിത്? അപ്പോൾ ദൈവം നമുക്ക് തന്നത് ഭാഗ്യമല്ലേ? അതിനെക്കുറിച്ച് വിശദമായി പറയാം. നിങ്ങൾക്ക് ജ്യോതിഷപരമായ വാസ്തുപരമായ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സ്ക്രീനിൽ കാണിക്കുന്നത് ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ്. ഈ നമ്പറിലേക്ക് വിളിച്ചോളൂ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് കടക്കാം. ഭാഗ്യത്തിനെ ഒരിക്കലും നമ്മൾ തേടിപ്പോകേണ്ട, ഭാഗ്യം നമ്മളെ തേടി വരും. അതായത് അതിൻ്റെ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ചില വീഡിയോകളിൽ കാണും, ഈ മാസം ഇന്ന നമ്പർ ലോട്ടറി എടുക്കൂ, നിങ്ങൾക്ക് 1ാം സമ്മാനം കിട്ടും. ഒരുപാട് പേര് അതുപോലെ എൻ്റെ അടുത്ത് ഒരുപാട് പേര് വിളിച്ച് ചോദിക്കുന്നുണ്ട്, സാർ ഞാൻ ഈ പ്രാവശ്യം, പ്രത്യേകിച്ച് വിദേശത്ത് ഇരിക്കുന്നവർ, അവിടുത്തെ എന്തോ ലക്കി ബമ്പറോ ഒക്കെ എടുക്കാൻ പോകുന്നു, ഏത് നമ്പർ എടുത്താൽ കിട്ടുമെന്ന് ചോദിച്ചുകൊണ്ട് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. അത് വിദേശത്തിരിക്കുന്നവരെ കാര്യം പറയാം. പക്ഷേ ഇവിടെ ഈ 50 രൂപയ്ക്ക് കിട്ടുന്ന കേരള ലോട്ടറി, അതായത് ഇപ്പോൾ 10 വർഷം കൊണ്ട് ആർക്കും അടിക്കാറ് പോലും ഇല്ല. എന്നിട്ട് പോലും അതിൻ്റെ പുറകെ നടക്കുന്ന ഒരുപാട് പേരുണ്ട് നമ്പർ ചോദിച്ചുകൊണ്ട്. അപ്പോൾ എന്നോട് പലരും ചോദിക്കാറുണ്ട്, ഒരു നമ്പർ പറഞ്ഞു തരുമോ, എനിക്ക് പോയി എടുക്കാനാണ്. അപ്പം ഞാൻ പറയും, എടാ വിഡ്ഢി കൂഷ്പണ്ടമേ, ആ നമ്പർ എനിക്കറിയാമെങ്കിൽ ഞാൻ പോയി എടുക്കൂലേ? ഇപ്പം എന്നെ പോലെയുള്ള മറ്റുള്ള ജ്യോതിഷിമാർ. അപ്പോൾ കൃത്യമായിട്ട് അറിയാമെങ്കിൽ ഞാൻ എന്തിനാ നിനക്ക് തരുന്നത്? നീ ചിലപ്പോൾ എനിക്ക് 1 രൂപ ദക്ഷിണ പോലും തരില്ല. കൂടിപ്പോയാൽ ചിലപ്പോൾ 100-500 രൂപ ഇടുമായിരിക്കും. അപ്പോൾ 1ാം സമ്മാനം ഒരു 15 കോടി രൂപ ബമ്പറാണെങ്കിലേ ആ നമ്പർ നിനക്ക് പറഞ്ഞു തരേണ്ട കാര്യമുണ്ട്, എനിക്ക് പോയി എടുത്തൂടെ? അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? ഒരു കറക്കിക്കുത്ത് പറച്ചിലാണ്, അടിച്ചാലായി അടിച്ചില്ലെങ്കിലായി എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ പുറകെയൊന്നും നമ്മൾ പോകരുത്. അതായത് ഭാഗ്യത്തെ ഒരിക്കലും നമ്മൾ തേടി പോകരുത്. ഭാഗ്യം നമ്മളെ തേടി വരും. പക്ഷേ ഭാഗ്യം നമ്മളെ തേടി വരുമ്പോൾ നമ്മൾ ഒരുപാട് സൂക്ഷിക്കണം, ഒരുപാട് ശ്രദ്ധിക്കണം. ഭാഗ്യം വന്നു എന്ന് വിചാരിച്ചിട്ട് പിന്നീട് നമ്മൾ അതിൻ്റെ പേരിൽ അഹങ്കരിക്കരുത്. ഒരുപാട് പേർക്ക് ഭാഗ്യം കിട്ടിയിട്ടുള്ള ഒരുപാട് പേര് അതോടുകൂടി അവരുടെ എല്ലാ ഐശ്വര്യങ്ങളും അവർക്ക് നഷ്ടപ്പെട്ടു പോവുകയാണ്. അതാണ് ഇന്ന് പലരുടെയും ചോദ്യം. ഒരിക്കൽ ഭാഗ്യം കിട്ടിയാൽ പിന്നെ മുന്നോട്ട് പോകാൻ സാധിക്കും, അതോടുകൂടി സർവ്വതും നശിക്കുന്നു. കിട്ടിക്കൊണ്ടിരുന്ന വരുമാനവും തീർന്നു, കിട്ടിക്കൊണ്ടിരുന്ന സകല സൗഭാഗ്യങ്ങളും നമുക്ക് തീരുന്നു എന്നുള്ളതാണ്. അപ്പം നമ്മളെ നശിപ്പിക്കാനാണോ ഈ ഭാഗ്യം നമ്മളിലേക്ക് വന്നത്? പലരുടെയും ചോദ്യമാണ്. ശരിക്കു പറഞ്ഞാൽ ദൈവം നമ്മളിൽ കാണിക്കുന്ന ഒരു പരീക്ഷണമാണ്. ഇപ്പം നമുക്ക് ഒരുവിധം നന്നായി ജീവിക്കാൻ പറ്റുന്ന അവസ്ഥയിൽ നമ്മൾ ജീവിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ അപ്രതീക്ഷിതമായി, പ്രതീക്ഷിക്കാത്ത വിധത്തിൽ വലിയ ഒരു ഭാഗ്യം, ഒരു സമ്മാനം എന്ന് തന്നെ പറയാം, നമ്മളിലേക്ക് വരുന്നു. ഈ സമ്മാനം വന്നു കഴിയുമ്പോൾ ദൈവം വെറുതെ അല്ല ഒരു 30,000, 50,000, 1,00,000 പേരിൽ നിന്നും നമ്മളെ 1ാം സമ്മാനത്തിന് അർഹരാക്കി ദൈവം തിരഞ്ഞെടുക്കുന്നത് നമ്മളിൽ കാണിക്കുന്ന പരീക്ഷണമാണ്. അപ്പം നമ്മൾ ഈ സമ്മാനം കിട്ടുന്നതിന് മുമ്പ് നമുക്ക് ഒരുപാട് വരുമാനം വരുന്നുണ്ട്. നമ്മൾ ഒരുവിധം സന്തോഷമായിട്ട് പണ്ടുള്ള ജീവിതം വെച്ച് നോക്കുമ്പോൾ ഇപ്പം നമ്മൾ ചക്രവർത്തിയെ പോലെ ജീവിക്കുന്നു. അപ്പോഴത്തേക്കാണ് നമുക്ക് ചെറിയ അഹങ്കാരങ്ങൾ നമ്മുടെ ഉള്ളിലേക്ക് വരുന്നു. അഹങ്കാരം എന്ന് പറഞ്ഞാൽ പിന്നെ നമുക്ക് ബാക്കിയുള്ളവരെല്ലാം നിസ്സാരന്മാരാണ്, നമ്മളെ സഹായിക്കുന്നവരെല്ലാവരും വളരെ എന്താണ് പറഞ്ഞത്, അവരോടൊക്കെ നമുക്ക് പുച്ഛമാണ്. അവരൊക്കെ നമ്മളെ സഹായിക്കേണ്ടവരാണ്. അല്ലെങ്കിൽ നീ എന്നെ താങ്ങി നിന്നോളണം, കാര്യം എനിക്ക് പണമുണ്ടെന്നിപ്പോൾ, എനിക്കെല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ട്, അതുകൊണ്ടാണ് നീ എന്നെ താങ്ങി നിൽക്കണമെന്ന് പറഞ്ഞാൽ, മുൻപ് നമ്മൾ ഇപ്പം എങ്ങനെ അവരെ നിസ്സാരമായി കാണുന്നു, അവരുടെ ആശ്രയത്തിൽ അല്ലെങ്കിൽ അവരെ കൊണ്ട് നമ്മൾ ജീവിച്ചവരാണ്. ആ പണം നമ്മളിലേക്ക് വന്ന് നമുക്ക് ഒരുവിധം സമ്പത്തൊക്കെ ആയി കഴിയുമ്പോൾ പിന്നെ നമുക്ക് പണം ഉണ്ടാക്കാൻ സഹായിച്ചവരെ പോലും, അല്ലെങ്കിൽ നമുക്ക് ഉണ്ടാക്കി തന്നവരെ പോലും നമ്മൾ മറക്കുന്നു, അവരെ തള്ളിക്കളയുന്നു, നന്ദിയില്ലാത്ത വർത്തമാനങ്ങൾ സംസാരിക്കുന്നു അവരുടെ മുഖത്ത് നോക്കി. അങ്ങനെ വരുമ്പോഴാണ് ദൈവം നമുക്കൊരു പരീക്ഷണം തരുന്നത്. എന്താണ്? ഒരു സമ്മാനം. ഈ സമ്മാനം വരുമ്പോൾ നമ്മൾ ചിന്തിച്ചോളണം, ഇതൊരു പരീക്ഷണമാണ്. അതായത് ചില നടന്മാർ പറയും, നാഷണൽ അവാർഡ് കിട്ടുമ്പോൾ അവർ പറയും, ഇത് എൻ്റെ തലയ്ക്ക് വലിയൊരു ഭാരമാണത്. അതായത് ഇനി അവർ ചെയ്യുന്ന ഓരോ കഥാപാത്രങ്ങളും വളരെ ശ്രദ്ധയോടുകൂടി, വളരെ സൂക്ഷ്മതയോടുകൂടി മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. കാര്യം എന്താണ്?
ദേശീയ അവാർഡ് കിട്ടിയ ആളാണ്, അല്ലെങ്കിൽ സംസ്ഥാന അവാർഡ് കിട്ടിയ നടനാണ്. അയാളിൽ നിന്ന് ഇത്രയൊന്നും പോരാ, അഭിനയത്തിൻ്റെ തീവ്രത ഇനിയും കൂടണം എന്നാണ് പലരും പറഞ്ഞത്. അതുപോലെ തന്നെയാണ് ദൈവം നമുക്കൊരു സമ്മാനം തരുമ്പോൾ നമ്മൾ പിന്നീടുള്ള ഓരോ നിമിഷവും ഓരോ ചുവടും നമ്മൾ സൂക്ഷ്മതയോടുകൂടി വെക്കണം. നമ്മളിലേക്ക് അഹങ്കാരം വന്നിട്ടുള്ളത് കൊണ്ടാണ് ദൈവം നമുക്ക് സമ്മാനം തരുന്നത്. നമുക്ക് ആവശ്യത്തിന് പണം തരുന്നുണ്ടല്ലോ, എല്ലാ വിധത്തിനും തരുന്നുണ്ട്. പക്ഷെ അതിനോടൊപ്പം അധികമായി ഒരു സമ്മാനം കൂടെ തന്നിട്ടുണ്ടെങ്കിൽ ഈ പണം വരവ് അധികമായപ്പോൾ അതിൽ നമുക്ക് അഹങ്കാരവും തോന്നുകയും അതിൻ്റെ പേരിൽ നമുക്ക് പണം തരുന്നവരെ പോലും നമ്മൾ അധിക്ഷേപിക്കുകയും അവരെ നിസ്സാരന്മാരായി കാണുമ്പോൾ ദൈവം നമുക്ക് തരുന്ന ഒരു എട്ടിൻ്റെ എന്ന് പറയാൻ പറ്റില്ല, 16ൻ്റെ പണിയാണ് ഈ സമ്മാനം. അതോടുകൂടി എന്ത് സംഭവിക്കുന്നു? ഈ അഹങ്കാരം മൂർധന്യാവസ്ഥയിലെത്തുന്നു. എനിക്ക് ദൈവം എന്നെ അനുഗ്രഹിച്ചു, എനിക്ക് സമ്മാനം തന്നു, ഇനി എനിക്ക് ആരെയും പേടിക്കണ്ട, ഇനി എന്നും ദൈവം നമുക്കിത് തന്നുകൊണ്ടിരിക്കും. ഈ ഒരു ധാരണയുടെ പുറത്ത് പൊന്മുട്ടിയുടെ താറാവായാൽ പോലും അതിൻ്റെ വയറ് കയറും. അപ്പോൾ എന്ത് സംഭവിക്കും? താറാവ് ചത്തു, പിന്നെ പൊന്മുട്ടയില്ല, വരുമാനമില്ല. ഈ കിട്ടിയ സമ്മാനം അത് കുറച്ച് നാൾ വയ്ക്കും, അത് കഴിയുമ്പോൾ അതും തീർന്നു. അതായത് മുമ്പ് വന്നുകൊണ്ടിരുന്ന വരുമാന സ്രോതസ്സിനെയാണ് നമ്മൾ കഴുത്തറുത്ത് കൊന്നത്. അഹങ്കാരം മൂത്തിട്ട് അധിക്ഷേപിച്ച് കഴുത്തറുത്ത് കൊല്ലുന്നു. അതാണ് സമ്മാനം കിട്ടുമ്പോൾ മിക്ക ആൾക്കാരുടെയും അവസ്ഥ. കണ്ണ് മഞ്ചളിക്കുന്നു. ഒരാവശ്യത്തിലേറെ പണമുണ്ട്, ആവശ്യത്തിലുള്ള സൗകര്യങ്ങളായി, അതിനോടൊപ്പം ഈ സമ്മാനം കൂടി കിട്ടുമ്പോൾ നമ്മൾ കണ്ണ് മഞ്ഞളിക്കരുത്, പേടിക്കണം. നമുക്കിത്രയും നന്നായിട്ട് ദൈവം വരുമാനം, നമ്മൾ തൊഴിൽ ചെയ്ത് വരുമാനം വരുന്നു, അല്ല നമ്മുടെ വീട്ടിലേക്ക് സമ്പത്ത് വരുന്നു, അതിനോടൊപ്പം ഒരു സമ്മാനം കൂടി വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ സൂക്ഷിക്കണം. ദൈവം എന്താ കളി തുടങ്ങി നമ്മളെ പരീക്ഷിക്കുന്നു. നമ്മൾ കുറച്ചുകൂടി തല താക്കുക, നമ്മൾ ചെയ്തുകൊണ്ടുവന്ന സൽപ്രവൃത്തികൾ കുറച്ചുകൂടി കൂട്ടുക, ക്ഷേത്ര ദർശനങ്ങൾ കുറച്ചുകൂടി നമ്മൾ അധികമാക്കുക, മറ്റുള്ളവരോട് പെരുമാറുന്നതിൽ യാതൊരു വിധമായ അഹന്തയും കാണിക്കാതിരിക്കുക. ഓരോ ചുവടും, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓരോ ചുവടും ഓരോ നിമിഷവും പിന്നീട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഓരോ ചുവടും ഓരോ നിമിഷവും ശ്രദ്ധയോടുകൂടി നമ്മൾ മുന്നോട്ട് പോകണം. ഒരു പാളിച്ചയും പറ്റരുത്. അഹങ്കാരം നമ്മുടെ ശരീരത്തിൻ്റെ ഒരു ഭാഗത്തും, നമ്മുടെ ചർമ്മത്തിൽ പോലും അത് സ്പർശിക്കരുത്. അഹങ്കാരമേ പാടില്ല. അതായത് ഫലം കൂടിയ വൃക്ഷത്തിൻ്റെ കൊമ്പുകൾ താഴേക്ക് ചാഞ്ഞ് പോവും. ഒന്നുമില്ലാത്തതാണ് പൊങ്ങി നിൽക്കുന്നത്. അവനൊന്നുമില്ല, അവനെന്ത് അഹങ്കാരം വേണോ കാണിക്കുക, അവനൊന്നും നശിക്കാനില്ല. പക്ഷേ ഫലം കൂടുമ്പോൾ, അതവന് സമ്പത്ത് കൂടുമ്പോൾ ശരിക്കും അവൻ്റെ ശിരസ് കുനിയണം. അങ്ങനെ കുനിയുമ്പോഴാണ് ദൈവം നമുക്ക് വീണ്ടും വീണ്ടും സമ്മാനങ്ങളും ബമ്പർ സമ്മാനങ്ങളും നമുക്ക് ഇട്ടുമൂടാനുള്ള സമ്പത്തും ദൈവം തരുന്നത്. അല്ലാതെ നമ്മൾ ഒരുവിധം നന്നായി ജീവിച്ചുകൊണ്ടിരുന്നവർക്ക് വീണ്ടും, അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഒന്നുമില്ലാത്തവന് കിട്ടുന്നതിനേക്കാൾ ഉപരി ദൈവം സന്തോഷമായിട്ട് നമുക്ക് കൂടുതൽ ഭാഗ്യങ്ങൾ തന്നുകൊണ്ടിരുന്നു. വരുമാനം വർദ്ധിപ്പിച്ചു, നമുക്കില്ലാത്ത സകല സംവിധാനങ്ങളുമായി, നമുക്ക് താമസിക്കാൻ സ്വന്തമായി വീടായി, മറ്റു വസ്തുക്കളാകുന്നു, ആവശ്യത്തിന് യാത്ര ചെയ്യാൻ നമുക്ക് വാഹനങ്ങളാകുന്നു, ആരുമെന്ന് ചോദിച്ചാലും 1000-ഓ 1,00,000-ഓ കൊടുക്കാനുള്ള സമ്പത്ത് നമുക്കുണ്ടാകുന്നു. സമുദായത്തിൽ നമുക്ക് പണം കൊണ്ട് നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നുണ്ട്. മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മുടെ അന്തസ്സ് ഉയർത്തി കാണിക്കാനുള്ള സമ്പത്ത് വരുന്നുണ്ട്. ഇതെല്ലാം ദൈവം തരുന്നതാണ്. അങ്ങനെ നിൽക്കവെയാണ് ലക്ഷത്തിൽ നിന്ന് ഒരാളായിട്ട് വീണ്ടും നമുക്കൊരു സമ്മാനം വരുന്നതെങ്കിൽ, അങ്ങനെ നിങ്ങൾക്ക് ആർക്കെങ്കിലും വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ സൂക്ഷിക്കുക. ദൈവത്തിൻ്റെ പരീക്ഷണമാണ്. കാരണം വന്ന വെള്ളം നിന്ന വെള്ളത്തിനെ കൊണ്ടുപോകുമെന്നുള്ളതാണ് ഒരുപാട് പേരുടെ അനുഭവങ്ങളാണ്. അപ്പം നമുക്ക് എന്തുകൊണ്ട് ഒരു സമ്മാനം അല്ലെങ്കിൽ ഒരു ഭാഗ്യം വന്നപ്പോൾ നിന്നതെല്ലാം നശിച്ചു പോയി എന്ന് ചോദിച്ചാൽ, ഭാഗ്യം വന്നാൽ ഒരിക്കലും നമുക്ക് തലക്കനം കൂടരുത്. വന്ന വഴി മറക്കരുത്. നാട് മറന്നാലും മൂട് മറക്കരുത്. മറന്നാൽ എല്ലാം നാശത്തിലേക്ക് പോകും. അവസാനം നമ്മൾ ഭിക്ഷാപാത്രമെടുത്ത് തെരുവിലേക്ക് ഇറങ്ങിയാൽ പോലും ഒരാൾ പോലും നമുക്ക് ഒരു രൂപ നാണയം പോലും നമ്മുടെ ഭിക്ഷാപാത്രത്തിലേക്ക് ഇട്ട് തരില്ല. കാര്യം അത്രയേറെ കൊടും ക്രൂരതയാണ് ഈ സമ്മാനം കിട്ടിയപ്പോൾ നമ്മളെ കണ്ണ് മഞ്ഞളിച്ച് നമ്മൾ ചെയ്തത്. കാരണം നന്ദിയില്ലാത്ത പ്രവൃത്തി, അല്ലെങ്കിൽ കൊടും ക്രൂരത, കൊടും പാവം, ഒന്നുമില്ലാതിരുന്ന സമയത്തിന് നമ്മളെ സഹായിച്ചവരെ നമ്മളെ തെരുവിലേക്ക് ഇറക്കി വിടുന്ന അത്രയും അഹങ്കാരം മൂത്തുപോയാൽ ഈ സമ്മാനങ്ങളൊന്നും നമുക്ക് നിലനിൽക്കില്ല. അതെല്ലാം വന്നതിനേക്കാളും ഇരട്ടി വേഗത്തിൽ നമ്മൾ വിട്ടുപോകും എന്നുള്ളത് പരമമായ സത്യം എല്ലാവരും മനസ്സിലാക്കുക. സമ്മാനം കിട്ടുന്നത് എല്ലാവർക്കും നല്ലതാണ്, ഒരു ഭാഗ്യം വരുന്നത് എല്ലാവർക്കും നല്ലതാണ്. പക്ഷേ ശ്രദ്ധിക്കുക, നമുക്കൊരു ഭാഗ്യം ദൈവം തരുന്നെങ്കിൽ ദൈവം അത് നമ്മളെ സഹായിക്കുന്നു. അതിനോടൊപ്പം
നമ്മളെ ഭാഗ്യപരീക്ഷണത്തിന് വിധേയനാക്കുന്നു എന്നുകൂടി മനസ്സിലാക്കുക. ഞാൻ ഈ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമാകട്ടെ. നിങ്ങൾക്ക് ജ്യോതിഷപരമായ വാസ്തുപരമായ എന്തെങ്കിലും ഒരു കാര്യം അറിയണം, അത് ഞാൻ പറഞ്ഞാൽ മതി എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന എൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ്. ഈ നമ്പറിലേക്ക് വിളിച്ചോളൂ. 1-2 ചെറിയ കാര്യങ്ങളുണ്ട്, അതനുസരിച്ച് നിങ്ങൾ ബുക്ക് ചെയ്യണം. അങ്ങനെ നിങ്ങൾ ബുക്ക് ചെയ്താൽ നിങ്ങൾ ചോദിക്കുന്ന ജ്യോതിഷപരമോ വാസ്തുപരമോ കാര്യത്തിൻ്റെ മറുപടി ഞാൻ നിങ്ങൾക്ക് തരാം. അത് കേട്ടിട്ട് നിങ്ങൾക്ക് എന്നെ തിരിച്ച് വിളിക്കുകയും ചെയ്യാം. അതുപോലെ നിങ്ങളുടെ ഭൂമിക്കോ നിങ്ങളുടെ വീടിനോ ഭൂമിദോഷമോ വാസ്തുദോഷമോ സർപ്പദോഷമോ അല്ലെങ്കിൽ ശത്രുദോഷങ്ങളോ കൂടപത്രദോഷങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ഉള്ളത് ഒരിക്കലും നമുക്ക് നേരിട്ട് അവിടെ വന്ന് അത് ആ ഭൂമിയിൽ നിന്നല്ലേ കണ്ടുപിടിക്കാൻ പൂർണ്ണമായും സാധിക്കുകയുള്ളൂ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ വിളിച്ചോളൂ. ഈ നമ്പറിലാണ് വിളിക്കേണ്ടത്. അതിന് ഏത് ജില്ലയിലാണെങ്കിലും മറ്റൊരു സ്റ്റേറ്റിലാണെങ്കിലും സമയക്രമം അനുസരിച്ച് ഞാൻ അവിടെ വന്നു കണ്ട് അതിനെ പൂർണ്ണമായി കണ്ട് മനസ്സിലാക്കി പരിഹാര മാർഗ്ഗങ്ങളും ഞാനത് ചെയ്തു തരാം. ജ്യോതിഷം ഓൺലൈൻ വഴി അല്ലാതെ നേരിട്ട് വന്നും നിങ്ങൾക്കറിയാം, അതിനുള്ള സംവിധാനമുണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ തിരുവനന്തപുരത്താണ് വരേണ്ടത്. ഈ നമ്പർ വിളിച്ച് ബുക്ക് ചെയ്തതിന് ശേഷം വരാൻ ശ്രമിക്കുക. ഇതെൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ്. എല്ലാ ദിവസവും രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 5:30 മണി വരെ നിങ്ങൾക്ക് ഈ നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യാം. ഈ 10 മണിക്ക് ശേഷവും 5:30 മണിക്ക് ശേഷവും നിങ്ങൾക്ക് വിളിക്കാം. പക്ഷേ അപ്പോൾ എടുക്കണമെന്നില്ല. ചില സമയങ്ങളിൽ മാത്രമേ അപ്പോൾ ഫോൺ അറ്റൻഡ് ചെയ്യുള്ളൂ. ഈ പറഞ്ഞ സമയത്തിനുള്ളിൽ, അതായത് രാവിലെ 10 മണിക്കും 5:30 മണിക്കും ഇടയ്ക്ക് വിളിക്കുകയാണെങ്കിൽ, അഥവാ വിളിച്ചെടുത്തില്ലെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല. ആ നമ്പറിലേക്ക് ഉറപ്പായും ഒരു 1-2 മണിക്കൂറിനുള്ളിൽ തിരിച്ച് വിളിച്ചിരിക്കും. നിങ്ങൾ എൻ്റെ ചാനൽ സ്ഥിരമായിട്ടൊന്ന് കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം. എനിക്ക് വേണ്ടി എല്ലാവിധ പ്രോത്സാഹനങ്ങൾ തരികയും വേണം. നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിലെ ഓരോ അംഗത്തിനും എല്ലാവിധ ഐശ്വര്യങ്ങളും സന്തോഷവും സമാധാനവും ദീർഘായുസ്സും ഈശ്വരൻ തരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. അടുത്ത ഒരു വീഡിയോയുമായി കാണുന്നവരെല്ലാവർക്കും നന്ദി, നമസ്കാരം.